യൂത്ത് കോൺഗ്രസിന് പുതിയ അധ്യക്ഷൻ ഉടനെത്തുമോ? ഈ ചോദ്യം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉന്നയിക്കാൻ തുടങ്ങിയിട്ട് 5 ദിവസമായി. രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ച ഒഴിവിൽ താൽക്കാലിക ചുമതല പോലും ആർക്കും കൊടുത്തിട്ടില്ല. പുതിയ അധ്യക്ഷനായി നേതാക്കൾ ചരടുവലി തുടരുകയാണ്. KM അഭിജിത്ത്, അബിൻ വർക്കി എന്നിവരുടെ പേരുകളാണ് പ്രധാനമായും ഉയരുന്നത്. സംഘടനയിൽ മേൽക്കൈയുള്ളതിനാൽ അധ്യക്ഷസ്ഥാനം വിട്ടുകൊടുക്കില്ല എന്ന നിലപാടിലാണ് A ഗ്രൂപ്പ്. നിലവിലെ ഭാരവാഹികളിൽ നിന്ന് തന്നെ അധ്യക്ഷൻ വേണമെന്ന നിലപാടിലാണ് I ഗ്രൂപ്പ്. കോൺഗ്രസിന് അടുത്ത കീറാമുട്ടിയാകുമോ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് നിയമനം? നോക്കാം RDX റാപ്പ്. ലൈംഗിക ചൂഷണ ആരോപണങ്ങളെ തുടർന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാജി നേതൃത്വം ചോദിച്ചു വാങ്ങിയതോടെയാണ് പുതിയ അധ്യക്ഷനെ കണ്ടെത്താൻ ചർച്ച ആരംഭിച്ചത്. രാഹുലിനെതിരായ ലൈംഗിക ആരോപണങ്ങൾക്ക് പിന്നാലെ പരസ്പരം പോർവിളി പൊട്ടിപ്പുറപ്പെട്ട ഔദ്യോഗിക വാട്സ്ആപ്പ് ഗ്രൂപ്പ് പോലും ഇപ്പോൾ നിർജീവമാണ്. വേഗം അധ്യക്ഷനെ കണ്ടെത്താനായില്ലെങ്കിൽ സ്ഥിതി ഇതിലേറെ വഷളാകും. ഗ്രൂപ്പുകളും നേതാക്കളും പല പേരുകളുമായി രംഗത്തുണ്ട്. ചൂരൽമല മുണ്ടക്കൈ ഉരുൾദുരന്ത പുനരധിവാസ ഫണ്ടിലെ അവ്യക്തതയും വാഗ്ദാനം ചെയ്ത വീടുകളുടെ നിർമ്മാണത്തിലെ അനിശ്ചിതത്വവും യൂത്ത് കോൺഗ്രസിൽ നേരത്തെ തന്നെ പൊട്ടിത്തെറിക്ക് വഴിയൊരുക്കിയിരുന്നു. ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പുതിയ നേതൃത്വത്തെ കണ്ടെത്തി ഉടൻ പരിഹരിക്കണമെന്നാണ് പ്രവർത്തകരുടെ ആവശ്യം. A ഗ്രൂപ്പ് KM അഭിജിത്തിനായി കച്ചമുറുക്കുമ്പോൾ ചെന്നിത്തലയും I ഗ്രൂപ്പും അബിൻ വർക്കിക്കായാണ് പടയൊരുക്കുന്നത്. KC വേണുഗോപാൽ വിഭാഗം ബിനു ചുള്ളിയിലിന്റെ പേരുയർത്തുന്നുണ്ട്. എന്നാൽ തെരഞ്ഞെടുപ്പ് വർഷമെന്നതും ഇനിയൊരു പൊട്ടിത്തെറിക്ക് ത്രാണിയില്ലെന്നതും കാരണം കരുതലോടെയാകും ഏതൊരു നീക്കവും. കേരള നേതൃത്വം സമവായത്തിലൂടെ ഒരു പേരിലെത്താനാണ് ഹൈക്കമാൻഡ് നിർദ്ദേശം. RDX റാപ്പ് ന്യൂസ് മലയാളം. വിശദമായി പരിശോധിക്കാം. ഡാറ്റാ ഷീറ്റിൽ യൂത്തിന് പ്രസിഡന്റ് വേണ്ടേ എന്ന ചോദ്യമാണ് അന്തരീക്ഷത്തിലുള്ളത്. പുതിയ സംസ്ഥാന അധ്യക്ഷനെ കണ്ടെത്താനാവുന്നില്ല യൂത്ത് കോൺഗ്രസിന് എന്നതാണ്. 5 ദിവസമായിട്ടുള്ളൂ എങ്കിലും അതാണ് സ്ഥിതി. രാഹുൽ മാങ്കൂട്ടത്തിൽ അധ്യക്ഷസ്ഥാനം രാജിവെച്ചിട്ട് 5 ദിവസമാണ് പിന്നിട്ടിട്ടുള്ളത് എന്ന് നമ്മൾ കാണുന്നു. തർക്കങ്ങളിൽ തടഞ്ഞാണ് താൽക്കാലിക അധ്യക്ഷനെ പോലും കണ്ടെത്താനാകാത്തത് എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. യൂത്ത് കോൺഗ്രസ് സംഘടനാ സംവിധാനം നിർജ്ജീവമായിട്ടുണ്ട്. വാട്സാപ്പ് ഗ്രൂപ്പ് പോലും ചലനമറ്റിരിക്കുകയാണ്. അതിന് കാരണം നമുക്കറിയാം, രാഹുൽ മാങ്കൂട്ടത്തിലാണ്. അധ്യക്ഷ സ്ഥാനം പിടിക്കാൻ ചരടുവലി തുടങ്ങി യൂത്ത് കോൺഗ്രസ് നേതാക്കൾ എന്നതാണ് ഇപ്പോഴത്തെ നില. സംഘടനയിൽ മേൽക്കൈയുള്ളതിനാൽ അധ്യക്ഷ സ്ഥാനം വിട്ടുകൊടുക്കില്ല എന്നാണ് A ഗ്രൂപ്പ് നിലപാടെടുത്തിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ചട്ടപ്രകാരം നിലവിലെ ഭാരവാഹികളിൽ നിന്ന് തന്നെ അധ്യക്ഷൻ വേണമെന്നാണ് I ഗ്രൂപ്പിൻ്റെ നിലപാട്. സമവായ സ്ഥാനാർത്ഥി എന്ന നിലയിൽ മറ്റൊരാൾക്കായി പിടിമുറുക്കി KC വേണുഗോപാൽ വിഭാഗവുമുണ്ട് എന്ന് പറയുന്നു. A ഗ്രൂപ്പ് പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്ന പേര് KM അഭിജിത്തിൻ്റെതാണ്. നല്ല നേതാവാണ് അയാൾ. അബിൻ വർക്കിക്കായി പിടിമുറുക്കി രമേശ് ചെന്നിത്തലയും I ഗ്രൂപ്പുമുണ്ട്. അബിൻ വർക്കിയും മികച്ച നേതാവാണ്. KC വേണുഗോപാൽ വിഭാഗം നീക്കം നടന്നത് ബിനു ചുള്ളിയിലിനായിട്ടാണ് എന്നാണ് വാർത്ത വരുന്നത്. ആരുടെയും പേര് നിർദ്ദേശിക്കാതെ ഇരിക്കുകയാണ് പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും. അവർക്ക് വേറെ ഈ കാര്യത്തിൽ തിരക്കുമാണ്. അതുകൊണ്ടാണ് അധ്യക്ഷനെ തെരഞ്ഞെടുക്കുമ്പോൾ ഇലക്ഷൻ ഇയർ ആണ് എന്നത് പ്രത്യേകം പരിഗണിക്കണം എന്നതാണ് ഒരു കണക്കുകൂട്ടൽ. സാമുദായിക സമവാക്യം പാലിക്കണം അന്തിമ പേരിലേക്ക് ഹൈക്കമാൻഡിനെത്താൻ എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. നിലവിലുള്ള KPCC KSU അധ്യക്ഷന്മാർ ക്രിസ്തീയ സമുദായത്തിൽ നിന്നാണ് എന്നത് ആണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതൊരു കാര്യം. മഹിളാ കോൺഗ്രസ് അധ്യക്ഷ മുസ്ലിം മതവിശ്വാസിയാണ്, അതുകൂടെയുണ്ട്. അപ്പോൾ സംഘടനാ തെരഞ്ഞെടുപ്പ് ഭാഗമല്ലാത്തയാൾ അധ്യക്ഷ സ്ഥാനത്തെത്തിയാൽ രാജിവെക്കും എന്ന ഒരു വിഭാഗം പറയുന്നുണ്ട്. സാമുദായിക സമവാക്യം പറഞ്ഞ അബിൻ വർക്കിയെ വെട്ടിയാൽ രാജി ഭീഷണി മുഴക്കി ചില ഭാരവാഹികൾ നിൽക്കുകയാണ്. അധ്യക്ഷ സ്ഥാനത്തേക്ക് സമവായത്തിലൂടെ തീരുമാനമെടുക്കാനാണ് ഹൈക്കമാൻഡിൻ്റെ താല്പര്യം. പ്രത്യേകിച്ചും നിലവിലെ സാഹചര്യത്തിൽ അഭിജിത്തിനെ പ്രസിഡന്റും അബിനെ ദേശീയ ജനറൽ സെക്രട്ടറിയുമാക്കാനാണ് ചർച്ച എന്നൊരു സൂചന ഇപ്പോൾ വന്നിട്ടുണ്ട് എന്ന് നമ്മൾ കാണുന്നു. ഇത്രയുമാണ് എനിക്ക് തോന്നുന്നു അതിൻ്റെ വിശദാംശങ്ങളുള്ളത്. ഇത് യൂത്ത് കോൺഗ്രസ് എന്നത് സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യുവജന സംഘടനയാണ്. അതിനകത്ത് ഒട്ടും സുഖകരമല്ലാത്തൊരു സാഹചര്യത്തിലാണ് ഇവരെ ഇങ്ങനെയൊരു പുതിയ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം വന്നു ചേർന്നിരിക്കുന്നത്. അവരുടെ സംസ്ഥാന അധ്യക്ഷൻ ഒട്ടും ഒരു രാഷ്ട്രീയ പ്രവർത്തകന് ചേരാത്ത വിധത്തിലുള്ള പതനത്തിലേക്ക് പോവുകയും അത് ആ സംഘടനയാകെ തന്നെ നിർജ്ജീവമാക്കുകയും ചെയ്തിരിക്കുന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. നമുക്ക് ബിനിൽ പോത്തൻ ബാബു കൂടെ നമ്മോടൊപ്പം ചേരും. ബിനിൽ, ഇവിടെ ഈ സാമുദായിക സമവാക്യം എന്നതാണെന്ന് തോന്നുന്നു ഇതിനകത്തൊരു പ്രധാനപ്പെട്ട കടമ്പ എന്ന് പലരും പറഞ്ഞതായിട്ട് ഞാൻ മനസ്സിലാക്കി. അതായത് പ്രധാനപ്പെട്ട സംഘടനകൾക്കെല്ലാം മുസ്ലിം ക്രൈസ്തവ ലീഡർഷിപ്പാണുള്ളത്. യൂത്ത് കോൺഗ്രസ്സിന് കൂടെ ആ ഭാഗത്ത് നിന്ന് വന്നാൽ ബുദ്ധിമുട്ടാകില്ലേ എന്ന കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ചർച്ചയാണ്, സംശയമാണ് ഒരു വലിയ കടമ്പയായിട്ട് നിൽക്കുന്നത് എന്ന്. അതല്ലാതെ മറ്റെന്താണ് ഇപ്പോഴെന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് അതിനകത്ത്? തീർച്ചയായും സനീഷ് ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ഇതൊരു ഇലക്ഷൻ ഇയർ ആണല്ലോ. ഒരു തെരഞ്ഞെടുപ്പ് വർഷം എന്ന നിലയിൽ യൂത്ത് കോൺഗ്രസ് പോലെ കോൺഗ്രസിനെ സമരമുഖത്ത് നയിക്കേണ്ട യുവജന സംഘടനകളാണല്ലോ പ്രധാനമായും സമരങ്ങൾ ഏറ്റെടുത്ത് തെരുവുകളിൽ എത്തേണ്ടത്. അപ്പോൾ ആ വിധത്തിൽ സമരമുഖത്ത് കോൺഗ്രസിനെ നയിക്കേണ്ട യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയൊരു പ്രതിസന്ധി നിലനിൽക്കുകയാണ്. അത് സനീഷ് ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായത് കൊണ്ടുണ്ടായിട്ടുള്ള വലിയ പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധിയാണ്. പ്രത്യേകിച്ച് നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ ചൂരൽമല മുണ്ടക്കൈ ഉരുൾ ദുരന്തവുമായി ബന്ധപ്പെട്ട വീട് പുനർനിർമ്മാണ
ഫണ്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പല പൊട്ടിത്തെറികളും ഉണ്ടായിരുന്നു. അത് സംഭവിച്ചിട്ടുള്ള വയനാട് ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടെ പല വിധത്തിലുള്ള വിവാദങ്ങളും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിനിടയിലാണ് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ലൈംഗിക ആരോപണ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളെല്ലാം തന്നെ പുറത്തു വരികയും ചെയ്യുന്നത്. അതോടെ വലിയൊരു സംഘടനാ പ്രതിസന്ധിയിലേക്ക് യൂത്ത് കോൺഗ്രസ് എത്തിയിരിക്കുകയാണ്. അക്ഷരാർത്ഥത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ വാട്സാപ്പ് ഗ്രൂപ്പ് പോലും ചലനമറ്റ് കിടക്കുകയാണ്. പ്രാദേശികമായി ജില്ലാ അടിസ്ഥാനത്തിൽ ഉൾപ്പെടെ ആക്റ്റീവായിട്ടുള്ള ജില്ലാ കമ്മിറ്റികൾ നടത്തുന്ന പരിപാടികളല്ലാതെ സംസ്ഥാന തലത്തിൽ ഒരു സമരം പോലും നടത്താൻ അല്ലെങ്കിൽ കാര്യമായ രീതിയിലുള്ള പരിപാടികളൊന്നും നടത്താൻ സാധിക്കുന്നില്ല. രാഹുൽ മാങ്കൂട്ടം തന്നെ പ്രഖ്യാപിച്ചിരുന്ന വോട്ട് ചോരി വിവാദവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയ സമരം ഉൾപ്പെടെ ആ വിവാദം ഉണ്ടായ പശ്ചാത്തലത്തിൽ മാറ്റിവെക്കേണ്ട ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ യൂത്ത് കോൺഗ്രസിനെയും കോൺഗ്രസിനെയും കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് മറ്റൊരു പകരക്കാരനായ ഒരാൾക്ക് ചാർജ് കൊടുക്കാൻ പോലും പറ്റാത്ത വിധത്തിലുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് രാഹുൽ യഥാർത്ഥത്തിൽ ഈ സംഘടനയെ തള്ളിവിട്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഒരു സ്ഥിതി. ഇപ്പോൾ സനീഷ് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട പോയിന്റിൽ നിന്ന് തന്നെയാണ് നമുക്ക് ആ സാധ്യതകളിലേക്ക് വാതിൽ തുറക്കേണ്ടത്. അതിലൊന്ന് സാമുദായിക സമവാക്യങ്ങൾ തന്നെയാണ്. നമുക്കറിയാവുന്ന പോലെ തന്നെ മറ്റെല്ലാ കാര്യങ്ങളെയും പോലെ തന്നെ സാമുദായിക സമവാക്യങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്ന കോൺഗ്രസിനെ സംബന്ധിച്ച് സാമുദായിക സമവാക്യം കൃത്യമായി തന്നെ പാലിക്കേണ്ട ഒരു ബാധ്യത നിലനിൽക്കുകയാണ്. അവിടെയാണ് KM അഭിജിത്തിന്റെ പേര് കൂടുതൽ പ്രസക്തമായി ഉയർന്നു വരുന്നത്. ഒന്ന്, യൂത്ത് കോൺഗ്രസിൽ ഏറ്റവും കൂടുതലുള്ളത് എ ഗ്രൂപ്പിന് വലിയ പ്രാബല്യം അല്ലെങ്കിൽ പ്രാമുഖ്യം ഈ യൂത്ത് കോൺഗ്രസ് സംഘടനാ സംവിധാനത്തിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ KM അഭിജിത്തിന്റെ പേരാണ് പ്രധാനമായും എ ഗ്രൂപ്പ് മുന്നോട്ട് വെക്കുന്നത്. സാമുദായിക സമവാക്യവും ഗ്രൂപ്പ് പിൻബലവും അഭിജിത്തിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടതാണ്. PC വിശ്വനാഥ് ഉൾപ്പെടെയുള്ള ആളുകൾ കാര്യമായി തന്നെ അഭിജിത്തിന്റെ പേര് കേന്ദ്ര നേതൃത്വത്തിന് മുന്നിലേക്ക് വെച്ചിട്ടുണ്ട് എന്ന സൂചനകൾ കൂടി പുറത്തു വരികയാണ്. മാത്രമല്ല KSU ഇപ്പോൾ നമുക്കറിയാവുന്ന പോലെ തന്നെ സംഘടനകൾ KSU കാര്യമായ രീതിയിൽ ഒരു തിരിച്ചുവരവ് നടത്തുന്നുണ്ട്. പ്രധാനപ്പെട്ട ക്യാമ്പസുകളിലെല്ലാം തന്നെ KSU തിരിച്ചു വരുന്നതിന് തുടക്കം കുറിച്ചത് KM അഭിജിത്ത് സമരരംഗത്ത് അല്ലെങ്കിൽ സംഘടനയുടെ തലപ്പത്തുണ്ടായിരുന്ന കഴിഞ്ഞ കാലഘട്ടത്തിലായിരുന്നു. ഇപ്പോൾ അലോഷ്യസ് സേവ്യർ അതിൻ്റെ തുടർച്ചയാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടി KM അഭിജിത്ത് മികച്ച ഒരു സംഘാടകനാണ് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് KM അഭിജിത്തിന്റെ പേരാണ് എ ഗ്രൂപ്പ് മുന്നോട്ട് വെക്കുന്നത്. സമരരംഗത്ത് ഉൾപ്പെടെ സജീവമായി നിൽക്കുന്നതിന് KM അഭിജിത്തിന്റെ പേര് വേണമെന്നുള്ളതാണ് എ ഗ്രൂപ്പും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന ആളുകളും പറയുന്നത്. അതേസമയം തന്നെ അബിൻ വർക്കി നമുക്കെല്ലാം വളരെ പരിചിതമായ മുഖങ്ങളിൽ ഒന്നാണ്. ചാനൽ ചർച്ചകളിലൂടെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള മുഖങ്ങളിൽ ഒന്നാണ്. രാഹുൽ മാങ്കൂട്ടത്തെ പോലെ തന്നെ രാഷ്ട്രീയ എതിരാളികളെ കൃത്യമായി ആക്രമിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളതാണ് പ്രധാനമായും അബിൻ വർക്കി അദ്ദേഹത്തിന്റെ ആരാധകർക്കിടയിലും അല്ലെങ്കിൽ അനുയായികൾക്കിടയിലും പ്രധാനമായി നിർത്തുന്ന ഒരു പ്രധാനപ്പെട്ട അബിൻ വർക്കിയും അഭിജിത്തും രണ്ടുപേരും നേരത്തെ മുതൽ തന്നെ ആളുകൾക്ക് പരിചിതരാണ്. സംസ്ഥാന തലത്തിൽ തന്നെ നല്ല തോതിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളുകളാണ്, നല്ല നേതാക്കളാണ്, കൊള്ളാമല്ലോ എന്ന് നമുക്ക് വ്യക്തിപരമായിട്ട് സംസാരിക്കുമ്പോഴും തോന്നുന്ന മികച്ച നേതാക്കളാണ്. പ്രത്യേകിച്ചും ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള വലിയ ഈ അവമതിപ്പിൻ്റെ ഇടയിലേക്ക് ഇവർ രണ്ടുപേരിൽ ആര് വന്നാലും എനിക്ക് തോന്നുന്നു ഒരു സ്വീകാര്യത കിട്ടും. അവർ ആ നിലക്ക് ഒരു സാത്വികമായ രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്ന നേതാക്കളായിട്ടാണ് അവരെ പരിചയപ്പെട്ടവർക്ക് തോന്നുക. ഇതിനകത്ത് രണ്ടുപേരെ നിലനിർത്തുക എന്നൊരു പോളിസി നേരത്തെ നമ്മൾ കണ്ടിരുന്നല്ലോ. അതായത് ദേശീയ ജനറൽ സെക്രട്ടറി എന്ന നിലക്ക് അബിൻ വർക്കിയെയും ഇവിടെ അഭിജിത്തിനെയും നിർത്തുക എന്നത്. അതിലേക്കായിരിക്കുമോ കാര്യങ്ങൾ എത്തുക? പക്ഷേ അവിടെ ഒരു പ്രശ്നമുള്ളത് ബിനു ചുള്ളിലിനെ പോലുള്ള ആളുകൾക്ക് വേണ്ടി കൂടെ ആളുകൾ നിൽക്കുന്നു എന്നൊരു കാര്യമുണ്ടല്ലോ. എന്താകും സ്ഥിതി? ഉറപ്പായും സനീഷ്, നമ്മൾ ഈ മാറിയ ഗ്രൂപ്പ് സമവാക്യങ്ങൾ പരമ്പരാഗത AO IO അല്ലല്ലോ ഇപ്പോൾ കോൺഗ്രസിൽ നിലനിൽക്കുന്നത്. അത് ഒരുപാട് നേതാക്കളിലേക്ക് ഛിന്നഭിന്നമായി പോയിട്ടുണ്ട്. KC വേണുഗോപാലിനെ അദ്ദേഹത്തിൻ്റെ സംഘടനാ ജനറൽ സെക്രട്ടറി എന്ന പദവി കൊണ്ട് തന്നെ വലിയ പ്രാധാന്യം കോൺഗ്രസിൽ ലഭിക്കുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതാണ്. KC വേണുഗോപാലിനെ അനുകൂലിക്കുന്ന ആളുകൾ ബിനു ചുള്ളിയലിനെ ഒരു സമവായ സ്ഥാനാർത്ഥിയായി അല്ലെങ്കിൽ മറ്റൊരു പേരായി ശക്തമായി ഉയർത്തിക്കാട്ടുകയും ചെയ്യുന്നുണ്ട്. മറ്റാളുകളുടെയും പേരുകളുണ്ട്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം മൂലം ഉണ്ടായിട്ടുള്ള ഈ നാണക്കേട് മാറ്റാൻ ഒരു വനിതാ അധ്യക്ഷ വരണം എന്ന രീതിയിലും ചർച്ച നടക്കുന്നുണ്ട്. അബിൻ വർക്കിയെ പിന്തുണയ്ക്കുന്ന ആളുകൾ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം, രാഹുൽ മാങ്കൂട്ടം കഴിഞ്ഞാൽ യൂത്ത് കോൺഗ്രസിന്റെ കഴിഞ്ഞ സംഘടനാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിട്ടുള്ള കാൻഡിഡേറ്റ് പ്രസിഡന്റ് സ്ഥാനത്തേക്കാണ് മത്സരിക്കുന്നത്. ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ആൾ പ്രസിഡന്റ് ആകും, ശേഷം വൈസ് പ്രസിഡന്റുമാർ, അങ്ങനെയാണ് ഈ സംഘടനാ സംവിധാനം ഉള്ളത്. അപ്പോൾ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ അബിൻ വർക്കിയെ തന്നെ പരിഗണിക്കണം. അവിടെ സാമുദായിക സമവാക്യം എന്ന കാര്യം പരിഗണിക്കേണ്ട കാര്യമില്ല. വളരെ ശക്തമായി സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകാൻ അബിനാകും എന്നുള്ളതാണ് അബിനെ പിന്തുണയ്ക്കുന്ന ആളുകളും രമേശ് ചെന്നിത്തലയും വളരെ ശക്തമായി ഹൈക്കമാൻഡിന് മുന്നിൽ വെക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്. അതേസമയം ഞാൻ പറഞ്ഞതുപോലെ ഒരു വനിതയെ അധ്യക്ഷനാക്കണം. അവിടെ സോയ ജോസഫിൻ്റെ പേര്, ഒപ്പം തന്നെ അരിത ബാബു ഉൾപ്പെടെയുള്ള പല പേരുകളും പരിഗണിച്ച് അല്ലെങ്കിൽ പറഞ്ഞു കേട്ടിരുന്നു. പക്ഷേ ഇതിലെല്ലാം പ്രധാനപ്പെട്ട ഒരു കാര്യമാവുക സനീഷ്, ഇലക്ഷൻ ഇയർ ആണ്. വളരെ സജീവമായി സമരസംഘടന എന്ന നിലയിൽ യൂത്ത് കോൺഗ്രസ് ആക്റ്റീവ് ആയിട്ടില്ലെങ്കിൽ അത് പഠിക്കൽ ചെന്ന് കലമടയ്ക്കുന്ന ഒരു അവസ്ഥയാകും എന്ന ഒരു ബോധ്യം യൂത്ത് കോൺഗ്രസ്സുകാർക്കും കോൺഗ്രസ്സുകാർക്കും തന്നെയുണ്ട്. ശരി, നന്ദി ബിനിൽ. സമഗ്രമാണത്. യൂത്ത് കോൺഗ്രസ് അവരുടെ ശക്തി പുറത്തെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനൊരു വലിയ തിരിച്ചടി അവർക്ക് വന്നു ചേർന്നത്. കാരണം 10 വർഷമായിട്ട്, ഏതാണ്ട് 10 വർഷത്തിനടുത്തായിട്ട് പ്രതിപക്ഷത്തിരിക്കുകയാണ് അവർ. കേരളത്തിൽ മാത്രമല്ല ദേശീയ തലത്തിൽ തന്നെ പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു രാഷ്ട്രീയ സംഘടനയുടെ, പ്രത്യേകിച്ചും ഈ രാജ്യത്തിൻ്റെ ചരിത്രത്തോളം തന്നെ പോകുന്ന ഒരു
രാഷ്ട്രീയ പാർട്ടിയുടെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയുടെ രാഷ്ട്രീയ യുവജന സംഘടന എന്ന നിലക്ക് ഈ 10 വർഷം പ്രതിപക്ഷത്തായിരിക്കുമ്പോൾ ഒരു പ്രതിപക്ഷ സ്വരത്തിൻ്റെ ആവേശത്തിലും ഊർജ്ജത്തിലും പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഇത്ര വലിയൊരു ആഘാതം ആ സംഘടനയ്ക്ക് വന്നത് എന്ന് നമ്മൾ കാണണം. പക്ഷേ അപ്പോഴും യൂത്ത് കോൺഗ്രസ് സംസ്ഥാനത്തെ ഏറ്റവും വലിയ പ്രതിപക്ഷ സംഘടനയാണ് എന്ന് നമ്മൾ കാണണം. യൂത്ത് കോൺഗ്രസ് സംസ്ഥാനത്തെ ഏറ്റവും വലിയ യുവജന സംഘടനകളിൽ ഒന്നാണ് എന്ന് നമ്മൾ കാണണം. വളരെ ഊർജ്ജസ്വലരായിട്ടുള്ള ചെറുപ്പക്കാർ ആ സംഘടനയ്ക്ക് വേണ്ടിയിട്ട് അതിശക്തമായിട്ട് തെരുവുകളിലേക്ക് ഇറങ്ങുന്നത് നമ്മൾ ഈ കഴിഞ്ഞ കാലത്തെ സമരങ്ങളിലൊക്കെ കണ്ടിരുന്നു. ജില്ലാ ആസ്ഥാനങ്ങളിലൊക്കെ അവർ നടന്ന സമരങ്ങളിലൊക്കെ വളരെ സജീവമായിട്ടുള്ള പങ്കാളിത്തം മുൻകാലങ്ങളിൽ ഒരുപക്ഷെ കോൺഗ്രസ് ഭരിക്കുന്ന കാലത്തെ കാര്യങ്ങൾ ഓർക്കുന്ന ആളുകൾക്കറിയാം. മുൻകാലങ്ങളിൽ ഇല്ലാത്തതിനേക്കാൾ കൂടുതൽ പെൺകുട്ടികളുടെയും മറ്റും സാന്നിധ്യം സജീവമായിട്ട് വന്ന ഒരു കാലമായിരുന്നു യൂത്ത് കോൺഗ്രസ്സിന്. അങ്ങനെ അടിച്ചു കയറി മുന്നോട്ട് പോകുമ്പോഴാണ് ഇത്ര വലിയ തിരിച്ചടി വന്ന് അവർക്കൊന്ന് ഇരുന്ന് പോകേണ്ടി വന്നത്. ഇപ്പോൾ അവരുടെ വാട്സാപ്പ് ഗ്രൂപ്പുകൾ പോലും നിർജ്ജീവമായിട്ട് നിൽക്കുകയാണ്. പക്ഷേ നിശ്ചയമായിട്ടും യൂത്ത് കോൺഗ്രസ് തിരിച്ചു വരും. കാരണം അതിനകത്ത് ആർജവമുള്ള ചെറുപ്പക്കാരുണ്ട്, നല്ല ഊർജ്ജസ്വലരായിട്ടുള്ള പ്രവർത്തകരുണ്ട്. പക്ഷേ അവർക്ക് നേതൃത്വം വേണം. ഈ പറയുന്ന ചർച്ചകൾക്കൊക്കെ അപ്പുറത്തേക്ക് പോയിട്ട് നേതൃത്വം വരികയാണെങ്കിൽ നല്ല നേതൃത്വമായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇപ്പോൾ ഈ ആഘാതത്തെ മറികടന്ന് പോകേണ്ടത് ആ പാർട്ടിയുടെ ആകെ തന്നെയും ആവശ്യമാണ് എന്നതുകൊണ്ട് അതുകൊണ്ട് ആ നിലക്ക് വരും ദിവസങ്ങളിൽ തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. 3ാം വട്ടവും ഭരണം ലക്ഷ്യമിട്ടാണ് പിണറായി വിജയനും LDF മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്കറിയാം. അങ്ങനെ ഇരിക്കെ ഉപതെരഞ്ഞെടുപ്പ് വിജയങ്ങളിലൂടെ കോൺഗ്രസിൽ ആകെ ഉണ്ടായ ഉണർവ് അപ്പാടെ തകർക്കുന്നതായിപ്പോയി രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക ചൂഷണ ആരോപണങ്ങൾ. നമുക്കറിയാം സർക്കാരിനെതിരെ നിരന്തര സമരരംഗത്തിറങ്ങേണ്ട പ്രധാന പ്രതിപക്ഷ യുവജന സംഘടനയാണ് യൂത്ത് കോൺഗ്രസ്. പ്രത്യേകിച്ച് ഇതുപോലെ ഒരു തെരഞ്ഞെടുപ്പ് വർഷത്തിൽ പ്രതിസന്ധികളെല്ലാം പരിഗണിച്ച് യൂത്ത് കോൺഗ്രസിന് ഒരു അധ്യക്ഷരെ തെരഞ്ഞെടുക്കേണ്ടത് കോൺഗ്രസിന് മാത്രമല്ല UDF ആകെ തന്നെ അനിവാര്യമായ കാര്യമാണ്. അതിലൂടെ സജീവമായ രാഷ്ട്രീയ ചർച്ചകളിലേക്കും ആ സംഘടന കടക്കണം. നാട്ടിൽ ഉയരേണ്ടത് ഗൗരവപ്പെട്ട രാഷ്ട്രീയ ചോദ്യങ്ങളും ചർച്ചകളും സംവാദങ്ങളുമാണ്. പടിക്കൽ കൊണ്ടുപോയി കലമുടയ്ക്കാതെ പുതിയ അധ്യക്ഷനെ നിയമിച്ച് വേഗത്തിൽ സംഘടനയെ ചലിപ്പിക്കാൻ യൂത്ത് കോൺഗ്രസിന് സാധിക്കട്ടെ എന്ന് RDX ആശംസിക്കുന്നു. ഇടവേളയിലേക്ക്.